ഇന്ന് പ്രപഞ്ചം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് ഷൈനികൃഷ് ടാരറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു. പക്ഷെ മൂന്നാമതൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ് കാരണം അതിൽ കുറേ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ പ്രപഞ്ചം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ് വരണമെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ബന്ധം ഇനിയും പഴയതുപോലെ വരണമെങ്കിൽ നിങ്ങളാദ്യം അവരെ ചേസ് ചെയ്യുന്നത് നിർത്തണമെന്നാണ് പറയുന്നത്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇരിക്കുന്നപ്പോൾ നിങ്ങൾ എപ്പോഴും അതിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് എന്തായി, എന്താണ് എന്നെ വിളിക്കാതെ, എപ്പോഴും ആ തേർഡ് പാർട്ടിയെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോൾ ആ ഒരു എനർജി ടെലിപ്പതി വഴി അവരിലേക്ക് പാസ്സാവുകയും അവരിലേക്ക് നിങ്ങളുടെ എനർജി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മിസ്സിങ് ഫീലിംഗ് വരില്ല. സോ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്ന് ഈ ബന്ധം പഴയ രീതിയിൽ മുമ്പോട്ട് നല്ല രീതിയിൽ ആ ഒരു ഹാപ്പി ഫാമിലി പോലെ പോകണമെങ്കിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നത് നിർത്തൂ. അതും ഫിസിക്കലി നിങ്ങൾ ഫോണിലൂടെ ബ്ലോക്ക് ആക്കിയിരിക്കാം, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ വിളിക്കാത്തത് ഇങ്ങനെ നിങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്യുന്നത് മാത്രമല്ല, മെൻ്റലി അവരെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ, ഇപ്പോഴുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അത് നിങ്ങളുടെ കരിയർ ആയാലും നിങ്ങളുടെ ജോലി എന്ത് കാര്യമായാലും പഠിപ്പ് എന്തായാലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും, ഒരു ന്യൂ ബിഗിനിങ്സ് വരും എന്നാണ് പ്രപഞ്ചം പറയുന്നത്. അപ്പോൾ നിങ്ങൾ 111 കമൻറ്റ് ബോക്സിൽ പോയി ടൈപ്പ് ചെയ്ത് ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.